ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുവർണ. വയനാട്ടിൽ വിനാശം വിതച്ച ഉരുൾപൊട്ടലിൽ മരണസംഖ്യ 170-ലേറെയായി. വിവിധ സേനാ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. മുണ്ടക്കയിൽ നിന്നും നിലമ്പൂരിൽ ചാലിയാറിൽ നിന്നും ഇന്ന് കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തി. 1000-ഓളം പേരെ ദുരന്തമേഖലയിൽ നിന്നും ഇതിനകം തന്നെ രക്ഷപ്പെടുത്താനായിട്ടുണ്ട്. 100-ഓളം പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. വയനാട് മുണ്ടക്കയിൽ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ബെയിലി പാലം നിർമ്മിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഇന്ന് വൈകുന്നേരമോ നാളെയോടെയോ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് സൂചനകൾ. ദുരന്തത്തിന്റെ 2ാം ദിനമായ ഇന്ന് രാവിലെ 7 മണി മുതൽ രക്ഷാദൌത്യം പുനരാരംഭിച്ചിരുന്നു. റിസോർട്ടുകളിലും മറ്റും കുടുങ്ങിയ നിരവധി പേരെ ഇന്ന് ദൌത്യസംഘം രക്ഷപ്പെടുത്തി. ദുരന്തം ഏറ്റവും കൂടുതൽ ബാധിച്ച മുണ്ടക്കയിലും ചൂരൽമലയിലും ചെളിയും കൂറ്റൻ പാറക്കല്ലുകളും തിരച്ചിൽ ദുഷ്കരമാക്കുന്നുണ്ട്. പുഴ മുറിച്ചുകടന്ന് മുണ്ടക്കയിൽ JCB എത്തിക്കാനായത് രക്ഷാപ്രവർത്തനത്തിന് വേഗം പകരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കരസേനയും നാവികസേനയും ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകളും ഫയർഫോഴ്സും പോലീസും സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിവരുന്നത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് വയനാട്ടിലെത്തി ദുരന്തബാധിതരെ സന്ദർശിച്ചു. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനായി കേന്ദ്ര നിർദ്ദേശപ്രകാരം വയനാട്ടിലെത്തിയ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഇന്ന് ദുരന്തബാധിത മേഖലകൾ സന്ദർശിച്ചു. റവന്യൂ മന്ത്രി K. രാജൻ ഉൾപ്പെടെയുള്ള 5 മന്ത്രിമാരുടെ സംഘം വയനാട്ടിൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജും ഇന്ന് വയനാട്ടിലെത്തിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിച്ച മഴ ഇപ്പോഴും തുടരുകയാണ്. മഴയ്ക്ക് അല്പം ശമനമുണ്ടായിട്ടുണ്ട്. മഴ രക്ഷാപ്രവർത്തനത്തിനെ പ്രതികൂലമായി ബാധിച്ചുവെങ്കിലും രക്ഷാപ്രവർത്തനം ഇപ്പോഴും ഊർജിതമായി തന്നെ തുടരുന്നുണ്ട്. മുണ്ടക്കൈ അട്ടമല പ്രദേശം കേന്ദ്രീകരിച്ചാണ് ഇന്ന് തിരച്ചിൽ പുരോഗമിക്കുന്നത്. ഇന്നലെ രാത്രിയിൽ 100-ലധികം ആളുകളെയാണ് ഇവിടെ നിന്നും രക്ഷപ്പെടുത്തിയത്. ഇന്ന് രാവിലെ മുതൽ ഇവിടെ നടത്തിയ തിരച്ചിലിൽ 40-ലധികം മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത്. റിസോർട്ടിൽ ഉൾപ്പെടെ കുടുങ്ങിക്കിടന്ന നിരവധി പേരെ രക്ഷപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. സൈന്യത്തിന്റെ നേതൃത്വത്തിൽ താൽക്കാലിക പാലം നിർമ്മിക്കാൻ ആവശ്യമായ സാധനങ്ങൾ വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ ഇന്നലെ കണ്ണൂരിലെത്തിച്ചിരുന്നു. അവിടെ നിന്നും സാധനങ്ങൾ 16 ട്രക്കുകളായി ഇവിടേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പാലം പണി യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണ്. വയനാട്ടിലെ ഉരുൾപൊട്ടലിനെ തുടർന്ന് ചാലിയാറിൽ കണ്ടെത്തിയ മൃതദേഹങ്ങൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്ന് വയനാട്ടിലേക്ക് കൊണ്ടുപോയി. ബന്ധുക്കൾക്ക് തിരിച്ചറിയാനുള്ള സൌകര്യം പരിഗണിച്ചാണ് എല്ലാ മൃതദേഹങ്ങളും വയനാട്ടിലെത്തിക്കാൻ തീരുമാനിച്ചത്. 2 ദിവസങ്ങളിലായി 40-ലേറെ മൃതദേഹങ്ങളാണ് ചാലിയാറിൽ നിന്നും ലഭിച്ചത്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആസ്ഥാനത്തായിരുന്നു യോഗം. രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന വിവിധ വിഭാഗങ്ങളുടെ ചുമതലയിലുള്ളവർ യോഗത്തിൽ ഓൺലൈനായി പങ്കെടുത്തു. വയനാട് ദുരന്തഭൂമിയിൽ നിന്നും രക്ഷപ്പെട്ടു വരുന്നവർക്ക് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കാൻ ചൂരൽമലയിലെ കൺട്രോൾ റൂം കേന്ദ്രീകരിച്ച് ഓക്സിജൻ ആംബുലൻസ് ഉൾപ്പെടെയുള്ള സൌകര്യങ്ങൾ ഒരുക്കാൻ തീരുമാനം. ഡോക്ടർമാരെയും മറ്റ് ആരോഗ്യ പ്രവർത്തകരെയും ഇവിടെ നിയോഗിക്കും. വയനാട് കളക്ടറേറ്റിൽ ഇന്ന് ചേർന്ന മന്ത്രിതല യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത്. കോഴിക്കോട്, തലശ്ശേരി ഉൾപ്പെടെ 4 സഹകരണ ആശുപത്രികളിൽ നിന്നുള്ള ഡോക്ടർമാരുടെ സംഘം സജ്ജമാണെന്നും മന്ത്രി VN വാസവൻ യോഗത്തിൽ അറിയിച്ചു. ചൂരൽമലയിൽ JCB നിൽക്കുന്ന സ്ഥലം മുതൽ കൺട്രോൾ റൂം വരെ ആവശ്യത്തിന് വെളിച്ചമൊരുക്കുമെന്ന് റവന്യൂ മന്ത്രി K. രാജൻ യോഗത്തിൽ അറിയിച്ചു. കുടുങ്ങിക്കിടന്നവരെ രക്ഷപ്പെടുത്തി പാലത്തിലൂടെ കൊണ്ടുവരുന്ന കേന്ദ്രത്തിൽ ആരോഗ്യവകുപ്പിന്റെ സംഘം ഉണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ സാഹചര്യത്തിൽ സ്വീകരിക്കേണ്ട അടിയന്തര ഇടപെടലുകളെ സംബന്ധിച്ച് പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ വയനാട്ടിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ അടിയന്തര യോഗം ചേർന്നു. റിലീഫ് ക്യാമ്പുകളിൽ ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനും പെട്രോൾ, ഡീസൽ പമ്പുകളിൽ ആവശ്യത്തിന് ഇന്ധന ലഭ്യത ഉറപ്പുവരുത്തുന്നതിനും ദുരന്തമേഖലയിൽ മണ്ണെണ്ണയുടെ ലഭ്യത ഉറപ്പാക്കുന്നതിനും നിർദ്ദേശം നൽകി. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ഭക്ഷ്യധാന്യങ്ങളുടെ ലഭ്യത ഉറപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. വയനാട്ടിലെ ഉരുൾപൊട്ടൽ കേന്ദ്രത്തിൽ നിന്നും 4 കിലോമീറ്റർ സമീപം വരെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചതായി KSEB. ചൂരൽമല ടെലിഫോൺ എക്സ്ചേഞ്ച് വരെയും ഉരുൾപൊട്ടലിനെ തുടർന്ന് പാലം ഒലിച്ചുപോയ ചൂരൽമല ടൗൺ വരെയും വൈദ്യുതി ശൃംഖല പുനർനിർമ്മിച്ചാണ് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചത്. ഉരുൾപൊട്ടൽ നടന്ന സ്ഥലത്ത് വൈദ്യുതി പുനഃസ്ഥാപന ശ്രമങ്ങൾ തുടങ്ങാൻ സാധിച്ചിട്ടില്ല. പ്രാഥമിക ജോലികൾ നിർവഹിക്കുന്നതിനും രക്ഷാപ്രവർത്തനത്തിന് വേണ്ട സഹായങ്ങൾക്കുമായി KSEBയുടെ 2 സംഘങ്ങൾ മേഖലയിൽ സജ്ജമാണ്. ചൂരൽമലയിലേക്കുള്ള റോഡിന്റെ ഇരുവശങ്ങളിലും അത്യാവശ്യ സേവനങ്ങൾക്കുള്ള വാഹനങ്ങൾ അല്ലാത്തവ പാർക്ക് ചെയ്യരുതെന്ന് വയനാട് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. മുണ്ടക്കയിൽ താൽക്കാലിക പാലം നിർമ്മിക്കാനുള്ള സാമഗ്രികളുമായി വ്യോമസേനാ വാഹനങ്ങൾക്ക് കടന്നുപോകുന്നതിന് വേണ്ടിയാണ് നിയന്ത്രണം. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നിലവിലുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വയനാട്ടിലെ ദുരിതബാധിതർക്കുള്ള അവശ്യ വസ്തുക്കളുടെ സമാഹരണം ആരംഭിച്ചു. വയനാട്ടിലേക്ക് അവശ്യ സാധനങ്ങൾ എത്തിക്കാൻ തിരുവനന്തപുരം കളക്ടറേറ്റിൽ കളക്ഷൻ സെന്റർ തുറന്നു.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 4:45.